ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡെസിമൽസിലെ എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡെസിമൽസിൻ്റെ തിയറി പോർഷൻസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെക്ക് ചെയ്ത് വീഡിയോസൊക്കെ കാണണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പേഴ്സണലായിട്ട് മെയിൽ അയക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ് ഇൻ ദ പ്ലേസ് വാല്യൂ ടേബിൾ. പ്ലേസ് വാല്യൂ ടേബിളിൽ ഈ ഡെസിമൽസിനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ്? എ ക്വസ്റ്റ്യനിൽ 19.4 ആണുള്ളത്. ഇതിൻ്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് എഴുതാം. ഇത് വൺസ് പ്ലേസിലാണല്ലേ, ഇതോ ടെൻസ് പ്ലേസ്. ദെൻ ഇതേതാണ്? 10th പ്ലേസ് ആണ്. 10th പ്ലേസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചിട്ട് ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ വരും? 100th പ്ലേസിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ 0 എന്ന് കൊടുത്തു. എ ക്വസ്റ്റ്യൻ ആണ്. 100 പ്ലേസിൽ നമ്മൾ 0 എന്ന് കൊടുത്തു. ദെൻ 10ന്റെ പ്ലേസിൽ ആരാണുള്ളത്? 1. നെക്സ്റ്റ് വൺസിൻ്റെ പ്ലേസിൽ 9. ദെൻ 10ന്റെ പ്ലേസിൽ ഏതാണുള്ളത്? 4 ആണുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് അപ്പോൾ ഒരു നമ്പർ, ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്ലേസ് വാല്യൂ ടേബിളിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യനിൽ എത്രയാണ് പറയുന്നത്? 0.3 ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ വൺസിൻ്റെ പ്ലേസ് ആണ്. ഇതോ 10th പ്ലേസ് ആണ്. ഓക്കെ, ദെൻ നമ്മളിവിടെ ടേബിളിലോട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ബി ക്വസ്റ്റ്യനിൽ 100ന്റെ പ്ലേസിൽ ആരും ഇല്ല, സോ 0. 10th പ്ലേസിൽ ഇല്ല, 0. വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്. ദെൻ 10th പ്ലേസിൽ 3 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. സി എന്താണ്? 10.6 ആണ്. 10.6ൽ ഇത് 1ന്റെ പ്ലേസ് ആണ്, ഇത് 10ന്റെ പ്ലേസ് ആണ്, ഇത് 10th പ്ലേസ് ആണ്. 10th പ്ലേസ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കി എഴുതാം. 100ന്റെ പ്ലേസിൽ ആരുമില്ല, 0. ദെൻ 10th പ്ലേസിൽ ആരാണുള്ളത്? 1 ആണുള്ളത്. വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്. ദെൻ 10th പ്ലേസിൽ 6 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 205.9. 205.9 ഇത് വൺസിൻ്റെ പ്ലേസ് ആണ്, ഇത് 10th പ്ലേസ് ആണ്, ഇത് 100ന്റെ പ്ലേസ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 10th പ്ലേസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാറ്റി എഴുതാം. വൺസിൻ്റെ പ്ലേസിൽ 100th പ്ലേസിൽ ആരാണ്? 2 ആണ്. ദെൻ 10th പ്ലേസിൽ 0, വൺസിൻ്റെ പ്ലേസിൽ 5, ദെൻ 10th പ്ലേസിൽ 9 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് പ്ലേസ് വാല്യൂ ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽസ്. ഇതിനൊക്കെ നമുക്ക് ഡെസിമൽസിലോട്ട് മാറ്റണം, ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. 7 tenths. ഇതിൻ്റെ മീനിങ് എന്താണ്? 7 × 1/10 അല്ലേ? ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലേസ് ഏതാണ്? 1/10 ആണ്. അപ്പോൾ 7 tenths എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 × 1/10. ഓക്കെ, അപ്പോൾ എന്ത് വരും? 7/10 എന്ന് വരും അല്ലേ? 7 × 1 7. ഇവിടെ ഒരു 1 ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ദെൻ 1 × 10 10. 7/10. 7/10 എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 7/10 ഒക്കെ കാണാനായിട്ട് എന്താണ്? ഇവിടെ ഡിനോമിനേറ്ററിൽ എത്ര 0 ഉണ്ടോ അത്രയും പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ചേർക്കണം. സോ ഇവിടെ 7 എഴുതി. ദെൻ ഡിനോമിനേറ്ററിൽ 1 0 ആണുള്ളത്. സോ 1 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇട്ടു. ദെൻ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 0 കൊടുക്കാം. അപ്പോൾ ആൻസർ എന്താണ്? 0.7. ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 tenths and 9 tenths. 2 tenths എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 10. ദെൻ ഇവിടെ വൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവിടെ വൺസ് ഇല്ല. വൺസിൻ്റെ പ്ലേസ് എന്താണ്? എംപ്റ്റി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 1 × 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 1ന്റെ പ്ലേസിൽ നമ്പേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, ദെൻ 9 tenths എന്നാണ് ഉള്ളത്. അപ്പോൾ 9 × 1/10 എന്ന് വരും.
ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് എന്ത് കിട്ടും? 2 10s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 പ്ലസ് ഇവിടെ എന്ത് വരും? 0 പ്ലസ് 9 10s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9/10. ഇതെന്ന് പറയുന്നത് എന്ത് വരും? 20 പ്ലസ് 9/10 എന്ന് പറയുന്നത് 0.9 ആണ്. ദെൻ 20.9 എന്നായിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14.6. 14 എന്ന് പറയുന്നത് എത്രയാ? 14. ദെൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ പോയിന്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം 6. ഇതായിരിക്കും ഇവിടുത്തെ ഡെസിമൽ നമ്പർ 14.6. ഓക്കെ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 600.8. അതെങ്ങനെയാണ് എഴുതേണ്ടത്? 600 എന്ന് എഴുതുക, ദെൻ പോയിന്റ് ഇട്ട് കൊടുക്കുക, ദെൻ 8. മനസ്സിലായോ? 600.8 അത് എഴുതി നമ്മൾ 600 എന്ന് എഴുതി നമ്പറിൽ, ദെൻ പോയിന്റ് ഇട്ട് കൊടുത്തു, ദെൻ 8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 102 ones. 102 ones. 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 100 പ്ലസ് അവിടെ ടെൻസിൻ്റെ പ്ലേസിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് കൊടുക്കാം? 0. ദെൻ വൺസിൻ്റെ പ്ലേസിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, 2. അപ്പോൾ 2 into 1. ദെൻ 10th പ്ലേസിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നമുക്ക് അവിടെയും 0 കൊടുക്കാം. 0 into 1/10 എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ. ദെൻ 1 into 100 100 പ്ലസ് 0. 2 into 1 2 പ്ലസ് ഇവിടെയും 0 വരും. സോ നമുക്ക് ആൻസർ എന്ത് വരും? 102. ആൻസർ എന്ത് കിട്ടി? 102 കിട്ടി. അപ്പോൾ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിലാണ് കാണേണ്ടത്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? പോയിന്റ് ഇട്ടിട്ട് ഈ 10th പ്ലേസിൽ 0 ആണ് വരുന്നത് അല്ലേ? സോ നമുക്ക് ആ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 102.0. അപ്പോൾ അതൊരു ഡെസിമൽ നമ്പറിലേക്ക് മാറി. ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഈ താഴെ തന്നിരിക്കുന്നതിനെല്ലാം ഡെസിമൽ നമ്പറിലോട്ട് മാറ്റാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളത് ഈസി ആയിട്ട് മാറ്റി. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽസ്. ഈ ഫ്രാക്ഷൻസിനെല്ലാം നമുക്ക് ഡെസിമൽ നമ്പറിലോട്ട് മാറ്റണം. അപ്പോൾ ആദ്യത്തെ നോക്കാം. 5/10. 5/10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് നമുക്ക് ഡെസിമൽ നമ്പറിലോട്ട് മാറ്റേണ്ടത്? ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഇടുക. ഡിനോമിനേറ്ററിൽ ഒരു 0 ആണ് വന്നിട്ടുള്ളത്. സോ ന്യൂമറേറ്ററിൽ 1 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇടണം. സോ ഇവിടെ 1 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇട്ടു. ദെൻ ഓക്കെ. അപ്പോൾ ആൻസർ എന്താ വരിക? 0.5. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 പ്ലസ് 7/10 എന്ന് പറയുന്നത് എത്രയാണ്? 0.7 ആയിരിക്കും വരിക അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് വരും? 3.7. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 200 പ്ലസ് 60 പ്ലസ് 5 പ്ലസ് 1/10. ഇതെങ്ങനെയാണ് വരിക? 200 പ്ലസ് 60 പ്ലസ് 5 എന്താ വരിക? 265. 200 plus 60 260. 260 plus 5 265 plus 1/10. 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1 ആണ്. അതായത് ഡിനോമിനേറ്ററിൽ ഒരു 0 ആണുള്ളത്. ന്യൂമറേറ്ററിൽ ഒരു പ്ലേസ് നീക്കിയിട്ട് വേണം പോയിന്റ് ഇടാൻ. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 0.1 എന്ന് കിട്ടും. ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 265.1. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 70 plus 8/10. 70 പ്ലസ് 8/10 എന്ന് പറയുന്നത് എന്താണ്? 0.8 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് വരും? 70.8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88/10 ആണ്. 88/10 എന്ത് വേണം? ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഇട്ടു. ദെൻ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 0 ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ 1 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇടണം. സോ നമ്മൾ ഒരു പ്ലേസ് നീക്കി, അതായത് 8 കഴിഞ്ഞപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ടു. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 8.8. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് 4 and 2/10 എന്നാണ്. ഇത് എന്താണ്? ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇത് നമ്മൾ എന്താക്കണം? നോർമൽ ഫ്രാക്ഷനിലോട്ടൊന്ന് മാറ്റി നോക്കാം. ദെൻ 4 into 10 40. 40 plus 2 42. 42/10.
ഇങ്ങനെയല്ലേ വരുമോ? മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലാക്കാനായിട്ട് നമ്മൾ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 4 × 10 40, 40 + 2 42/10 എന്ന് വന്നു. ഓക്കെ, ദെൻ 42/10 ദ ഡിനോമിനേറ്റർ ഒരു 0 ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഇടണം. ദെൻ എന്ത് ചെയ്യണം? ഒരു പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇടണം. സോ 2ന് മുമ്പായിട്ട് പോയിന്റ് ഇട്ടു. 4.2 എന്നാണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/2 ആണ് വരുന്നത്. 3/2ന്റെ ഡിനോമിനേറ്റർ നോക്കിയേ. ഡിനോമിനേറ്ററിൽ 10ന്റെ പവേഴ്സ് ഒന്നും ഇല്ല. ഇവിടെ 2 ആണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? 10ന്റെ ഏതെങ്കിലും ഒരു പവറിലോട്ട് ഡിനോമിനേറ്ററിനെ കൺവേർട്ട് ചെയ്യണം. സോ അതിനെന്ത് ചെയ്യണം? 3/2നെ 5 വെച്ച് ഇൻഡു ചെയ്യണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് ഇൻഡു ചെയ്യണം. അപ്പോൾ എന്ത് വരും? 15/10 എന്ന് വരും. ദെൻ ഡിനോമിനേറ്ററിൽ 10ന്റെ ഒരു പവർ വന്നു. ദെൻ ന്യൂമറേറ്റർ എങ്ങനെ എഴുതണം? 1.5. ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതാം. ഇവിടെ 10 ഉള്ളത് കൊണ്ട് ഒരു പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 1.5 എന്ന് വരും. ഇവിടെ തുടക്കത്തിൽ ഡിനോമിനേറ്ററിൽ 10ന്റെ പവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിനെ 10ന്റെ ഏതെങ്കിലും ഒരു പവറിലോട്ട് മാറ്റി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് ഇൻഡു ചെയ്തു. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ 2/5 ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും ഡിനോമിനേറ്ററിൽ 10ന്റെ പവർ ഇല്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 2/5നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഇൻഡു ചെയ്യണം. അങ്ങനെയാണല്ലോ, 5 × 2 ചെയ്താലാണ് 10 കിട്ടേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഇൻഡു ചെയ്തു. ആൻസർ എന്ത് വരും? 4/10 എന്ന് വരും. 0.4 0.4 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12/5. 5നെ നമുക്ക് 10 ആക്കാനായിട്ട് 2 കൊണ്ടാണ് ഇൻഡു ചെയ്യേണ്ടത്. സോ ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഇൻഡു ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് വരും? 12 × 2 24, 5 × 2 10. ദെൻ ഡിനോമിനേറ്റർ 10ന്റെ ഒരു പവർ വന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ദെൻ ഇവിടെ ഒരു 0 ഉള്ളത് കൊണ്ട് ഇവിടെ 1 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ ആൻസർ എന്ത് വന്നു? 2.4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ നോർമൽ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 3 × 5 15, 15 + 3 18, 18/5 എന്നാണ് വരിക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? 18/5നെ ഡിനോമിനേറ്ററിനെ 10ന്റെ ഏതെങ്കിലും ഒരു പവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 36/10 എന്ന് കിട്ടും. 18 × 2 36 ആണ്. 5 × 2 10 എന്ന് കിട്ടി. സോ നമുക്ക് ആൻസർ എന്ത് വരും? 3.6 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. 4 × 2 8, 8 + 1 9/2. 9/2ലെ ഡിനോമിനേറ്ററിനെ നമുക്ക് 10ന്റെ പവർ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? × 5. ഡിനോമിനേറ്റർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിനോമിനേറ്ററിനെ 10ന്റെ പവർ ആക്കാനായിട്ട് ഏത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കുക. ആ നമ്പർ വെച്ച് തന്നെ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ആൻസർ 45/10 എന്ന് വരും. ദെൻ 4.5 എന്ന് ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അതിനകത്ത് എന്താ പറയുന്നത്? റൈറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ് ആസ് ഫ്രാക്ഷൻസ്, റെഡ്യൂസ് ദ ഫ്രാക്ഷൻസ് ടു ലോവസ്റ്റ് ഫോം. ആദ്യം ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിനെ എല്ലാം ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിനുശേഷം ആ ഫ്രാക്ഷൻസിനെ എന്താക്കണം? അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. 0.6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും? 6/10 ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു പ്ലേസ് നീക്കിയിട്ടാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ 10 ആണ് കൊടുക്കേണ്ടത്. അതായത് ഒരു 0 ഉള്ള 10 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 6/10 ആണ് ഇവിടുത്തെ 0.6ന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ നമുക്ക് 6/10നെ റെഡ്യൂസ് ചെയ്യണം, ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലോട്ട് മാറ്റണം. അതിനെന്ത് ചെയ്യണം? 6ന്റെയും 10ന്റെയും HCF കണ്ടുപിടിക്കണം. HCF ഓഫ് 6 and 10 is equal to 2 ആണ്. HCFും LCM ഒക്കെ കാണാനായിട്ട് നമ്മൾ ഫ്രാക്ഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്ലേയിങ് വിത്ത് നമ്പേഴ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നമുക്ക് 6ന്റെയും 10ന്റെയും HCF എന്ന് പറയുന്നത് 2 ആണെന്ന് അറിയാം. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് ഈ രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫോം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 6/10ന്റെ ലോവസ്റ്റ് ഫോം കിട്ടാനായിട്ട് 2 കൊണ്ട് രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 അല്ലേ? ദെൻ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 5. അപ്പോൾ ഇവിടുത്തെ ലോവസ്റ്റ് ഫോം എന്താണ്? 0.6 ഈക്വൽ ടു 6/10 ഇസ് ഈക്വൽ ടു 3/5 എന്ന് പറയുന്നതാണ് 6/10ന്റെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.5 ആണ്. തന്നെ ഇതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ 25/10 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? HCF ഓഫ് 25 and 10, 25ന്റെയും 10ന്റെയും HCF കണ്ടുപിടിക്കണം. HCF കാണാനായിട്ടുള്ളത് ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. HCF കാണാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 25ന്റെയും 10ന്റെയും HCF എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഈ 5 കൊണ്ട് ഈ 25നെയും 10നെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇനി 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 5 എന്ന് കിട്ടും. ദെൻ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും 2 എന്ന്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 5/2. ക്ലിയർ ആണല്ലോ? അടുത്ത നമ്പർ നോക്കാം. 13.7. 137 ഡിവൈഡഡ് ബൈ 10 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 137 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ HCF കണ്ടുപിടിക്കുക. HCF ഓഫ് 137 10 എത്രയാണ് വരിക? 137ലും 10ലും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ നമുക്കിവിടെ എന്ത് വരും? HCF 1 ആയിട്ട് വരും. കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ലെങ്കിൽ ആ നമ്പേഴ്സിന്റെ HCF എന്താണ്? 1 ആയിരിക്കും. സോ 1 കൊണ്ട് 137നെയും 10നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 137 ഡിവൈഡഡ് ബൈ 10 തന്നെയാണ് കിട്ടുന്നത്. സോ ഇതിന് ലോവസ്റ്റ് ഫോം ഇല്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 3.8 ആണ്. ഇവിടുത്തെ 38 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. 38ന്റെയും 10ന്റെയും HCF കണ്ടുപിടിക്കുക. എത്രയാണ്? 38ന്റെയും 10ന്റെയും HCF എന്ന് പറയുന്നത് HCF ഓഫ് 38 and 10 is equal to 2 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ HCF കൊണ്ട് 38നെ ഡിവൈഡ് ചെയ്യണം, 10നെയും ഡിവൈഡ് ചെയ്യണം. 38നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 19. അപ്പോൾ ഇവിടെ എന്ത് വരും? 19 എന്ന് വരും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 എന്നാണ്. സോ നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? 19 ഡിവൈഡഡ് ബൈ 5. അവിടുത്തെ ലോവസ്റ്റ് ഫോം 38 ഡിവൈഡഡ് ബൈ 10ന്റെ ലോവസ്റ്റ് ഫോം ആണ് എന്ത്? 19 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 212 ഡിവൈഡഡ് ബൈ 10 എന്നാണ് വരിക. 212 ഡിവൈഡഡ് ബൈ 10ന്റെ ലോവസ്റ്റ് ഫോം കാണാനായിട്ട് 212ന്റെയും 10ന്റെയും HCF കണ്ടുപിടിക്കണം. ആ നമ്പർ കൊണ്ട് 212നെയും 10നെയും ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ കിട്ടുന്നതാണ് നമ്മളിവിടെ ലോവസ്റ്റ് ഫോം ആയിട്ട് എഴുതേണ്ടത്. സോ 212ന്റെയും 10ന്റെയും HCF കണ്ടുപിടിച്ച് നോക്കാം. HCF ഓഫ് 212 and 10 എന്ന് പറയുന്നത് 2 തന്നെയാണ്. സോ നമുക്ക് 212നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 212നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 106 എന്ന് കിട്ടും അല്ലേ? സോ നമുക്കിവിടെ ആൻസർ എന്താണ്? 106 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 106 ഡിവൈഡഡ് ബൈ 5 ആണ് 212 ഡിവൈഡഡ് ബൈ 10ന്റെ ലോവസ്റ്റ് ഫോം എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 6.4. 64 ഡിവൈഡഡ് ബൈ 10 എന്നാണ് വരിക. ഇതിൻ്റെ ലോവസ്റ്റ് ഫോം കാണാനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? HCF ഓഫ് 64 10. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 32. ദെൻ 32 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നതാണ് 64/10ൻ്റെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? ആദ്യം നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി ആ ഫ്രാക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലോവസ്റ്റ് ഫോം കണ്ടുപിടിച്ചു. അങ്ങനെ ലോവസ്റ്റ് ഫോം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തത്? ആ രണ്ട് നമ്പേഴ്സിൻ്റെയും, അതായത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും HCF കണ്ടുപിടിച്ചു. ആ HCF വാല്യൂ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6 പറയുന്നത് എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് സെൻറ്റിമീറ്റർ യൂസിങ് ഡെസിമൽസ്. ഇവിടെ നമുക്ക് മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത്, ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/10 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് 2 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × 1/10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 2 × 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/10 സെൻറ്റിമീറ്റർ. ഇതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? പോയിന്റ് ഇട്ട് കൊടുക്കുക. 0.2 സെൻറ്റിമീറ്റർ. 0.2 സെൻറ്റിമീറ്റർ ആണ് 2 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാം. 30 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/10 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്കിനി എത്ര മില്ലിമീറ്റർ ഉള്ളതും സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് പറ്റും. എന്ത് ചെയ്താൽ മതി? 1/10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതായത് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 1/10 ചെയ്യണം. ഓക്കെ, ദെൻ ഇവിടെ 30 മില്ലിമീറ്റർ സെൻറ്റിമീറ്ററിലാക്കാനായിട്ട് എന്ത് ചെയ്യണം? 30 × 1/10 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും? 30/10 എന്ന് വരും. ഓക്കെ, 30/10 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരു 0 ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ ഒരു പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ചേർത്ത് കൊടുക്കണം. സോ 3.0 എന്ന് കിട്ടും ആൻസർ. 3.0 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 116 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കണം. അതിന് എന്ത് ചെയ്യണം? 116 × 1/10 ഇത്രയും സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ 116 × 1 എന്ന് പറയുന്നത് 116 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 116 അതുപോലെ തന്നെ എഴുതാം. ദെൻ ഡിനോമിനേറ്ററിൽ ഒരു 0 ഉള്ളത് കൊണ്ട് 1 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? 116 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 11.6 സെൻറ്റിമീറ്റർ ആണെന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ 1 മില്ലിമീറ്റർ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/10 സെൻറ്റിമീറ്റർ ആണ്. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് മില്ലിമീറ്ററിനെ 1 × 1/10 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. 4 സെൻറ്റിമീറ്റർ അത് സെൻറ്റിമീറ്ററിലാണ്, അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ഇനി 2 മില്ലിമീറ്ററിനെയാണ് നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ 2 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 2 × 1/10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പം രണ്ട് ക്വാണ്ടിറ്റിയും എന്തായി? സെയിം ആയി. ഇവിടെയും സെൻറ്റിമീറ്റർ, ഇവിടെയും സെൻറ്റിമീറ്റർ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതിന് മുമ്പ് 2 × 1/10 എന്ന് പറയുന്നത് 2/10 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ പ്ലസ് 2/10 എന്ന് പറയുന്നത് 0.2 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ എന്ത് വരും? 4.2
സെൻറ്റിമീറ്റർ എന്ന് ആൻസർ വരും. 4 സെൻറ്റിമീറ്റർ പ്ലസ് 0.2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 4.2 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 162 മില്ലിമീറ്റർ ആണ്. അതിന് സെൻറ്റിമീറ്ററിലാക്കാൻ എന്ത് ചെയ്യണം? 162 ഇൻറ്റു 1/10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? 162 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഓക്കെ, 162 ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ എന്ന് വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 0 ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഇടുക. 1 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത്? 16.2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 162 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 16.2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. 83 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ്. അപ്പോൾ 83 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 83 ഇൻറ്റു 1/10 സെൻറ്റിമീറ്റർ. ഓക്കെ, 83 ഇൻറ്റു 1/10 എന്ന് പറഞ്ഞാൽ 83/10 ആണ്. അത്രയും സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 8.3 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റേണ്ടത്. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് ആ മില്ലിമീറ്ററിനെ ഇൻറ്റു 1/10 ചെയ്ത് മാറ്റാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ എക്സസൈസിൻ്റെ ബാക്കി ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കേണ്ടതാണെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. ആരും ഫോൺ നമ്പർ ഒരിക്കലും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യരുത്. പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആരും ഫോൺ നമ്പർ ഒന്നും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരെ കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.